Hey guys, it's me, Emma Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട SSLC റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ, പറഞ്ഞു മടുത്ത്. എന്താണെന്നറിയോ, SSLCയുടെ റിസൾട്ട് സർ ശരിക്കും എന്നാ വരുന്നത്? പണ്ടാരെടുക്കാൻ ഓരോ ദിവസവും ഓരോ ഡേറ്റിലേക്ക് മാറുകയാണ്. എന്തായാലും റീസൺ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഏതൊക്കെ ഡേറ്റുകളാണ് പലരും പറയുന്നത്? SSLC റിസൾട്ട് ശരിക്കും എന്നാണ് എന്ന് ചോദിച്ചാൽ ഓൺലൈൻ മീഡിയകൾ പറയുന്നത്, ഒരുപാട് എഡ്യൂക്കേഷണൽ വാർത്തകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരുപാട് മീഡിയകളുണ്ട്, ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അവരൊക്കെ പറയുന്ന ഡേറ്റ് മെയ് 10-നാണ് +2 റിസൾട്ട് വരുന്നത് എന്നാണ്. മെയ് 10-ഓടെ +2 റിസൾട്ട് പുറത്തു വിടും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മെയ് 10-ന് മുന്നേ എന്ത് വരും? SSLCയുടെ റിസൾട്ട് വരും. എന്നാൽ അതേസമയം ഇതാ ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ വരെ ഗൂഗിൾ കാണിച്ചിരുന്ന ഡേറ്റ് മെയ് 15 ആയിരുന്നു. എന്നാൽ ഇന്ന് ഗൂഗിൾ കാണിക്കുന്ന ഡേറ്റ് അത് മെയ് 20 ആയിട്ടുണ്ട്. SSLCയുടെ റിസൾട്ട് മെയ് 20-നാണ് പുറത്തുവിടുന്നതെന്ന് ഗൂഗിൾ പറയുമ്പോൾ എന്താണ് നാം ഇവിടെ കാണുന്നത്? എന്തൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, എന്തുകൊണ്ടാണ് ഈ ഡേറ്റ് ഇങ്ങനെ മാറിക്കളിക്കുന്നത്? അതിന് ഒറ്റ റീസൺ മാത്രമാണ്, ദാറ്റ് ഈസ് ഇലക്ഷൻ 2024. ഇലക്ഷൻ 2024 ഈ വരാൻ പോകുന്ന ഏപ്രിൽ 26 വെള്ളിയാഴ്ച ദിവസം നടക്കുന്ന ഇലക്ഷനെ മുൻനിർത്തിയിട്ടാണ് നിങ്ങളുടെ ഡേറ്റ് ശരിക്കും പ്രഖ്യാപിക്കാൻ കഴിയുക. ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ല. സർ, എപ്പോഴാണ് ഈ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരിക? നിങ്ങളുടെ റിസൾട്ട് വരുന്നതിൻ്റെ 2-3 ദിവസങ്ങൾക്ക് മുന്നേ ആയിരിക്കും ഈ ഒഫീഷ്യൽ റിസൾട്ട് വരിക, ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരിക. ചിലപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് പറയും, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്, ഒരു ദിവസം മുന്നെങ്കിലും പറയും, മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണിക്ക് SSLC റിസൾട്ട് പുറത്തുവിടും. അങ്ങനെ 1-2 ദിവസങ്ങൾക്ക് മുന്നെയൊക്കെയാണ് പൊതുവെ അനൗൺസ് ചെയ്യാറുള്ളത്. നേരെ മറിച്ച് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും അൺഒഫീഷ്യലാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അതായത് നിങ്ങൾക്കിപ്പോൾ 24 ന്യൂസും മീഡിയ 1 പോലെയുള്ള ന്യൂസ് ചാനലുകൾ നിങ്ങളിപ്പോൾ തുറന്നു നോക്കിയാൽ കാണും, ഇതാ വടകര ജില്ലയിൽ KK ശൈലജ ടീച്ചർ ഇത്രയും % വോട്ടുകൾ കിട്ടും, അതേസമയത്ത് ഇപ്പുറത്ത് ഷാഫി പറമ്പിൽ ഇത്രയും വോട്ടുകൾ കിട്ടുമെന്ന് പറയപ്പെടുമ്പോൾ അതൊരു ഒഫീഷ്യലാണോ? അല്ല. ഏപ്രിൽ 26-നല്ലേ വോട്ട്, അതിന് മുന്നേ എങ്ങനെ പറഞ്ഞു കളിക്കാൻ പറ്റുമോ? അതാണ് മാധ്യമങ്ങൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന കുട്ടികളോട്, നിലവിൽ മാധ്യമങ്ങൾ അപ്ഡേറ്റ് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാവുന്നത് അത് മെയ് 15-ഉം 20-ഉം തന്നെയാണ്. ഓക്കെ, മെയ് 10-ഓടെ വരുമെന്നും പറയുന്നുണ്ട്, മെയ് 15-ഉം 20-ഉം പറയുന്നുണ്ട്. MS സൊല്യൂഷൻ പറയുന്നത് പ്രകാരം, എൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം, അതായത് എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ ഇതിനെ ബാധിക്കുന്നതെന്ന് അറിയോ? ഇലക്ഷൻ്റെ ഡ്യൂട്ടി ആർക്കാണ് ഉണ്ടാവുക? സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ഉണ്ടാവുക. സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും കൂടുതലുള്ള 25,000-ഓളം ആൾക്കാർ ആരുണ്ട്? നമ്മുടെ കേരളത്തിലെ സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്. മനസ്സിലായില്ല? അപ്പൊ നിങ്ങളുടെ വാല്യുവേഷൻ ക്യാമ്പുകളിൽ ഇരുന്ന് പേപ്പർ വാല്യൂ ചെയ്യേണ്ട ടീച്ചേഴ്സാണ് ഈ ക്യാമ്പിന് പോകുന്നത്. പക്ഷേ SSLCയുടെ വാല്യുവേഷൻ ക്യാമ്പ് ഓൾറെഡി കഴിഞ്ഞു. SSLCയുടെ വാല്യുവേഷൻ ക്യാമ്പ് ഏപ്രിൽ 20-ാം തീയതി വാല്യുവേഷൻ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ടൊരു 7 ദിവസത്തെ ഒരു പണിയുണ്ട്, ടാബുലേഷൻ വർക്ക് എന്നാണ് പറയുക. അത് വലിയ പണിയൊന്നുള്ള സംഗതിയല്ല. ചിലപ്പോൾ 5 ദിവസം മതിയാവും, ചിലപ്പോൾ 4 ദിവസം മതിയാവും. കാര്യം കഴിഞ്ഞ വർഷത്തതിനേക്കാളും കുട്ടികൾ ഈ വർഷം കുറച്ച് കുറവുണ്ട്. കഴിഞ്ഞ വർഷം 4,60,000 കുട്ടികളുണ്ടായിരുന്നു. ഈ കൊല്ലം 4,20,000 കുട്ടികളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പേപ്പറുകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് ടീച്ചേഴ്സിന് വളരെ പെട്ടെന്ന് ടാബുലേഷൻ വർക്കിലേക്ക് പോകാനും പെട്ടെന്ന് റിസൾട്ട് പുറത്തു വിടുവാനുള്ള പ്രക്രിയകളിലേക്ക് പോകാനും കഴിയും. അങ്ങനെ നോക്കുമ്പോൾ ഏപ്രിൽ 26-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു 27-28 കഴിഞ്ഞ് ആ മെയ് 1st വീക്കിൽ കംപ്ലീറ്റ് ആ ഒരു ടാബുലേഷൻ വർക്കാണെങ്കിൽ തീർച്ചയായും മെയ് 2nd വീക്കിൽ SSLC റിസൾട്ടും മെയ് 3rd വീക്കിൽ +2 റിസൾട്ടും പുറത്തുവിടുമെന്ന് തന്നെയാണ് MS സൊല്യൂഷൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. MS സൊല്യൂഷൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നു മെയ് 2nd വീക്കിൽ SSLC റിസൾട്ട് വരും. ഏതാണ് മെയ് 2nd വീക്ക് എന്ന് പറഞ്ഞാൽ? ഞാൻ വിചാരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 10-ൻ്റെയും 15-ൻ്റെയും ഇടയിലായിരിക്കും നിങ്ങളുടെ SSLC റിസൾട്ട് പുറത്തുവിടുക. ഇത് MS സൊല്യൂഷൻസിൻ്റെ പ്രൊഡിക്ഷനാണ്. പണ്ട് തവണ പറയണല്ലേ, MS സൊല്യൂഷൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നു ഇങ്ങനല്ലേ ഇത്. SSLC 2024-ലെ റിസൾട്ട് എന്ന് പറയുന്നത് അത് മെയ് 2nd വീക്കിൽ 10-ാം തീയതിയും 15-ാം തീയതിയുടെയും ഉള്ളിലായിരിക്കും.
ഓക്കെ, മെയ് 10 മെയ് 10 ആകാം, 11 ആകാം, 12 ആകാം, 13 ആകാം, 14 ആകാം, 15 ആകാം. അതോടൊപ്പം തന്നെ പ്ലസ് ടു റിസൾട്ട് വരുന്നത് അത് മെയ് 3rd വീക്കിലായിരിക്കും. മെയ് 3rd വീക്കിലായിരിക്കും. അതായത് ഒരു 17-ന്റെയും 25-ന്റെയും ഇടയിൽ, 17-ന്റെയും 25-ന്റെയും ഇടയിലായിരിക്കും നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് പുറത്തുവിടുന്നുണ്ടാവുക. സോ തീർച്ചയായിട്ടും ഇതായിരിക്കും നിങ്ങളുടെ ഒരു ഡേറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. നിലവിൽ ഈ ഡേറ്റും ചിലപ്പോൾ മാറിയേക്കാം. ആരെ സംബന്ധിച്ചിരിക്കും? അത് നമ്മുടെ എലക്ഷൻ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിരിക്കും, ഇയാളെ സംബന്ധിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും. സോ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കുക, റിസൾട്ട് എന്ന് വരുമെന്ന് കേട്ടാലും ശരി, നിങ്ങൾ പേടിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. എനിക്ക് നല്ല റിസൾട്ട് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുക തന്നെ വേണം. പ്രാർത്ഥനയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെളിച്ചം എന്ന് പറയുന്നത്. ആ വെളിച്ചം അത് നിങ്ങളുടെ ആത്മാർത്ഥമായ മനസ്സിൻ്റെ ശുദ്ധിക്കനുസരിച്ചുണ്ടായിരിക്കും. എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കട്ടോ. സോ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് MS സൊല്യൂഷൻസിൻ്റെ കൂടെ ഒരു വർഷം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, MS സൊല്യൂഷൻസിൻ്റെ കൂടെ ഒരു വർഷം ആപ്പിലൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. 7012670055. +1 സയൻസ് എടുത്ത് എൻട്രൻസിന് കൂടെ പഠിക്കാനും താല്പര്യമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ +1 ബോർഡ് മാത്രം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് MS സ്റ്റാഫും ഓഫീസും ഒക്കെ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ആരോ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും 7012670055 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് MS സൊല്യൂഷൻസിൻ്റെ കൂടെ ഒരു വർഷം പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ എടുക്കടാ. നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം. മെയ് 10-ാം തീയതി ഒഫീഷ്യൽ ലോഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.